ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധം. DIG ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തി. ആ മാർച്ചിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗമടക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂരജ് സജ്ജീകരണം. സൂരജ്, ആ സമരം ഏതാണ്ട് ഒരു സംഘർഷഭരിതമാവുകയാണോ? ഹാഷ്മി, തീർച്ചയായും സമരം സംഘർഷഭരിതമായിരിക്കുന്നു. പലകുറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറാതെ തന്നെ സംഘടിച്ച് വീണ്ടും ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരുമം നടത്തുന്നു. പക്ഷേ ഇതുവരെയും ബാരിക്കേഡ് മറിച്ച് മുന്നേറാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്നു. ഇത് ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു, പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചു. അതോടുകൂടി തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് രംഗം ശാന്തമാക്കി. അതിനുശേഷം MT രമേശ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പിന്നാലെയാണ് പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ഈ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതോടുകൂടി പോലീസ് പലകുറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ആരും പിന്തിരിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, 2 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴും പ്രവർത്തകർ സംഘടിച്ചത് ആ ബാരിക്കേഡിന് മുകളിലൊക്കെ കയറിയിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകർ നടത്തുന്നുമുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ പ്രവർത്തകർ എല്ലാവരും ഇപ്പോഴും സംഘടിച്ചു നിൽക്കുന്നു, മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രവർത്തകന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് ഇപ്പോഴും ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകർ നടത്തുന്നുണ്ട്. ജില്ലാധ്യക്ഷൻ കെ അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തതിനെതിരെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിൽ ജാമ്യം ഉൾപ്പെടെ എടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് BJP സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഇത് നിയമപരമായി നേരിടുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നൊരു നിലപാടായിരുന്നു BJP എടുത്തത്. കൃത്യമായി ഒരു പൊതുപ്രവർത്തകന് നേരെ ഇത്തരത്തിലൊരു കേസെടുക്കുന്നത് അത് അസ്വാഭാവികമാണ്, കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു BJP തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം പ്രവർത്തകരെ എത്തിച്ചു. വലിയ സംഘടിത ശേഷിയോടുകൂടിയുള്ള ഒരു മാർച്ച് അതാണ് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. 100 കണക്കിന് ആളുകൾ തൃശൂർ DIG ഓഫീസിന് മുന്നിൽ സംഘടിച്ചെത്തി നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അടുത്ത കാലത്ത് BJP സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സമരം, ആ സമരത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം BJP സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം നേടി അതിനുശേഷം നടക്കുന്ന സമരം, ആ സമരത്തിൽ കൃത്യമായി BJPയുടെ വേര് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ 100 കണക്കിന് ആളുകൾ സംഘടിച്ചെത്തിക്കൊണ്ട് നടത്തിയ സമരം, ആ സമരമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. മുതിർന്ന നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം അത് തൃശ്ശൂരിൽ നിലനിൽക്കുകയാണ്. ഒരു തരത്തിലും കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വിഷയം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായി തന്നെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത്. കാശ്മീർ ൂരിലാണ് സംഘർഷം. BJPയുടെ ജില്ലാ അധ്യക്ഷനെ സ്ഥിരം കുറ്റവാളി ചുമത്തി. അതിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗമുണ്ടായി, ചില പ്രവർത്തകർക്ക് പരിക്കൊക്കെ ഉണ്ട് എന്നും പറയുകയാണ്.